ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധി ഇരുന്ന് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ ദൈവം എനിക്ക് ആരുമില്ലല്ലോ. ആ സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്ത് നോക്കിയ ഭാര്യയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. എനിക്ക് മാത്രം ഭാര്യയില്ല, കുടുംബമില്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി പോയല്ലോ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അവിടെ കിടന്ന് ഇങ്ങനെ വെറുതെണ്ടിരിക്കുക. ഈ സമയം തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയും കാത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് സച്ചിയുടെ വരവ്. അപ്പോൾ സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ എന്താ സച്ചിയുടെ ഇത്ര ലേറ്റ് ആയത്, എന്താ വരാൻ വൈകിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വൈകി വരാൻ തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു. അപ്പോൾ നിനക്ക് എന്താ കുഴപ്പം? സച്ചിയേട്ടൻ ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. സച്ചിയേട്ടാ ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് ശരിയാണോ സച്ചിയേട്ടാ? അതുകൊണ്ടല്ലേ ഞാൻ സച്ചിയേട്ടനോട് പൊയ്ക്കോളാൻ പറഞ്ഞത്. ഓ, എന്നെ പറഞ്ഞു വിട്ടു, പക്ഷേ അരുണിനോടെ പിടിച്ചു നിർത്തിയല്ലോ. അയ്യോ ഇല്ല സച്ചിയേട്ടൻ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ പറഞ്ഞു അരുണിനോട്, അരുണെ നീ വീട്ടിലേക്ക് പോയിക്കോളാനായിട്ട് പറഞ്ഞു. അപ്പം തന്നെ അരുൺ പോവുകയും ചെയ്തു. ഓ അത് ശരി. അവനോട് സമാധാനത്തോടെ പറഞ്ഞു, എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അവനാണ് ഇഷ്ടം, അവനോടാണ് താല്പര്യം, മനഃപൂർവ്വം ആയിരിക്കുള്ളൂ അവനവിടെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടി നീ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരാൻ. ഇതല്ലേ രേവതി സത്യം ഉണ്ടായത്? എൻ്റെ പൊന്നു സച്ചിയേട്ടൻ ഇതിന് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സച്ചിയേട്ടനെ പറഞ്ഞു കൂട്ടുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ അരുൺ വരുന്ന കാര്യം എനിക്കോ അല്ലെങ്കിൽ ശരത്തിനോ ബാക്കിയുള്ള ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. എങ്ങനെയോ അറിഞ്ഞ് ദേവുവിന് ഈ ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നതാ. സച്ചിയേട്ടൻ ഇതിനെ വെറുതെ ഇല്ലാവചനം വായിക്കുന്നത്. സച്ചിയേട്ടാ ഇതിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് സച്ചിയേട്ടാ, ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ദേവുവിൻ്റെ കാര്യത്തിൽ ദേവുവിനെ അവൻ കാണാൻ വരണ്ടെന്നേ. അവനും ദേവും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ദേവുവിനെ കാണാൻ വേണ്ടി അവൻ വരണ്ട. ആ കല്യാണം ഞാൻ നടത്തി കൊടുക്കില്ല. സച്ചിയേട്ടാ ദേവുവിന് അവൻ ഇഷ്ടമാണ്. അവനും അതേപോലെ തന്നെ ദേവുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പം പിന്നെ അവരുടെ കല്യാണം നടത്തി അങ്ങോട്ട് കൊടുക്കുക. അവരെ ഏത് സ്വഭാവക്കാരനായിക്കോട്ടെ. ദേവു അല്ലേ കൂടെ ജീവിക്കാനായിട്ട് പോകുന്നത്. അവൾ പറയുന്നു അരുൺ നല്ല സ്വഭാവക്കാരനാണെന്ന്. പിന്നെ എന്താ പ്രശ്നം? ഇല്ല, ദേവു പറഞ്ഞാലും ആര് പറഞ്ഞാലും അവരുടെ കല്യാണം നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം ദേവു എൻ്റെ അനിയത്തിയാണ്. അവളുടെ ജീവിതം ഏത് രീതിയിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിലേ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ രേവതിയോട് പറയാം. രേവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറയാം, ശരി ഇനിയിപ്പോൾ നമ്മൾ തർക്കിക്കണ്ട, നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛനെ യഥാർത്ഥത്തിൽ എന്താ കാര്യം സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അച്ഛനും ഇതിന് സമ്മതിക്കും. ശരി നമുക്ക് അച്ഛനോട് ചോദിക്കാം. പക്ഷേ അവൻ്റെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പോലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. വാസച്ചേട്ടാ നമുക്ക് അച്ഛനോട് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിക്കാനായിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് സച്ചിൻ്റെ രേവതി. അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. അപ്പം അച്ഛനും അതേപോലെ തന്നെ അമ്മയും കൂടി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇത് കണ്ടു ഈ അരുണില്ലേ, ആരുടെ ഭയങ്കര മോശ സ്വഭാവക്കാരനാണ് ഈ അരുൺ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ദേവുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ. പക്ഷേ അതിന് ഞാൻ സമ്മതിക്കില്ല അച്ഛാ. ആ അരുണേ മഹാചീത സ്വഭാവക്കാരനാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എടാ നിനക്ക് എങ്ങനെ അറിയാടാ? അച്ഛന് ഈ അരുൺ ആരാണെന്നറിയാവോ? അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ഇതും കൂടാതെ എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കള്ളക്കേസിൽ കുരുക്കിയ ഒരുത്തൻ. അവനാണ് ഈ അരുൺ, ആ പോലീസ് ഓഫീസർ. അവനെ കള്ളന, ചതിയന, അവൻ്റെ വലയിലാണ് ദേവു വീണിരിക്കുന്നത്. അവനെക്കുറിച്ച് മോശ സ്വഭാവമാണ്, മോശം വർത്തമാനാണ് എല്ലാവർക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനാണെങ്കിൽ എടാ നിനക്കത് വെറുതെ തോന്നിയായിരിക്കും, ദേവുവിന് അവന് ഇഷ്ടമാണല്ലോ. അപ്പോൾ പിന്നെ ദേവുവിൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്? ഇല്ല, ദേവുവിൻ്റെ ഇഷ്ടമല്ല. കാരണം ദേവുവിന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മയക്കിയവൻ അവൻ്റെ വശത്താക്കി വെച്ചിരിക്കുകയാണ്. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. അച്ഛനൊരു കാര്യം അറിയോ? ഇവനെക്കുറിച്ച് എന്നോടൊരു പോലീസുകാരൻ പറഞ്ഞെന്നറിയാവോ? അവനെ ആരും പെണ്ണു കൊടുക്കില്ല എന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അന്തിശിക്കാൻ നോക്കി നിൽക്കുകയാണ്. അതേ അച്ഛാ, ഒരു ദിവസമേ ആ സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ എൻ്റെ വണ്ടി കയറിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയുണ്ട് സാറേ, കൈക്ക് ഇപ്പോൾ ഒടിവൊന്നുമില്ലല്ലോ, വേദനയെല്ലാം കുറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കുഴപ്പമില്ല സച്ചി, ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും സാറേ, സാറാ ഇവിടെ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയാനായിരുന്നു. സാറ് ഇത് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സാറേ. എന്ത് ചെയ്യാനാണ് സച്ചി, എല്ലാം ആ അരുൺ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അരുൺ സാറാ പറഞ്ഞത് സച്ചിയെ കൊടുക്കണം, അതുകൊണ്ട് തന്നെ ആ കാറിൻ്റെ ബ്രേക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് പറയാനായിട്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ സാറ് പറയുന്നത് പോലെയല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അവിടെ ഒരു കള്ളം പറഞ്ഞത്. പക്ഷേപ്പോഴേക്കും എന്നാലും ഈ സാറെന്താണ് സാറേ ഇങ്ങനെ, ഇതൊരു വല്ലാത്തൊരു സ്വഭാവമാണല്ലോ. സച്ചി വല്ലാത്തൊരു സ്വഭാവക്കാരനാ.
എത്ര ട്രാൻസ്ഫറാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാവോ? എവിടെയും ഒതുങ്ങിപ്പോവില്ല, എല്ലാവരോടും ശത്രുതയാണ്. ആ സാറിന് ഇഷ്ടമല്ലാത്തവരെ ഒരിടത്തും വാഴാനായിട്ട് സമ്മതിക്കില്ല. ഇതിനു മുമ്പ് ഇതേപോലെ വേറൊരു സ്റ്റേഷനിൽ ഇരുന്നപ്പോഴേ ഇതേപോലൊരു ഡ്രൈവറെ കുരുക്കാൻ വേണ്ടി നോക്കിയതാ. ആ ഡ്രൈവറെ ആണെങ്കിൽ ഈ അരുണിന് തീരെ അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ കുരുക്കാനായിട്ട് നോക്കിയതാ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളും സ്റ്റേഷനിൽ തന്നെയും അങ്ങനെയുണ്ട്. സ്റ്റേഷനിലും ആ പുള്ളിക്കാരൻ ഇഷ്ടമില്ലാത്തവരെയൊന്നും ആ സ്റ്റേഷനിൽ വെച്ച് വാഴിക്കാനായിട്ട് ഈ പുള്ളിക്കാരൻ സമ്മതിക്കില്ല. അവരെല്ലാവരെയും അടിച്ചു ഓടിക്കും. ഒരു വെടക്ക് സ്വഭാവമാണ് അയാളുടെ. അയാളെ ഒരുപാട് പെണ്ണൊക്കെ ആലോചിച്ച് പോയിട്ടുണ്ട്. ഇയാളുടെ സ്വഭാവം അറിയുന്ന ആരെങ്കിലും ഇയാൾക്ക് പെണ്ണ് കൊടുക്കോ? ഒരിക്കലും കൊടുക്കില്ല. ഇപ്പം ഏതോ ഒരു പെണ്ണ് ഇയാളുടെ വലയിൽ വീണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തേമേ, ആ പെണ്ണ് എവിടെയുള്ളതാണാവോ? ആ പെണ്ണിൻ്റെ ഗതി അതോ ഗതി തന്നെയാകും എൻ്റെ സാറേ. അപ്പം ഇതെല്ലാം കേട്ട് സച്ചി ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. അപ്പോൾ ഈ കഥകളെല്ലാം ഈ രവിയോട് തുറന്നു പറയുകയാണ്. ഇത് കേട്ട രവിയും ഇങ്ങനെ നോക്കി നിൽക്കണം, ഇതെന്താ ഇവൻ പറയുന്നതൊക്കെ സത്യമാണെന്നൊക്കെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ സച്ചി പറയണ, അച്ഛാ ഇപ്പം മനസ്സിലായില്ല അച്ഛാ, ഞാൻ എന്തുകൊണ്ടാണ് ദേവുവിൻ്റെയും അരുണിൻ്റെയും കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് സാറിനിപ്പം അച്ഛനിപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കപ്പോൾ രേവതി പറയാണ്, ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അരുണിനോട് ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്കൊക്കെ ദേഷ്യം കാണും. അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാക്കി കഥകൾ പറഞ്ഞതായിരിക്കും. അങ്ങനെയായിരിക്കും അച്ഛൻ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ എല്ലാവരും മാന്യന്മാരല്ലല്ലോ അച്ഛ. ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴും അവിടെ കുറേ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവിക കാര്യമല്ലേ. സച്ചേട്ടനോട് അയാൾ പറഞ്ഞത് മുഴുവനും കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ രേവതി പറയുക. അപ്പോൾ ഇത് കേട്ട് ഞാൻ കണ്ടോ അച്ഛാ, അവൾ പറയുന്ന വർത്തമാനം കേട്ടില്ലേ? ഇപ്പോഴും ആ അരുണിനെ സപ്പോർട്ട് തന്നെയാണ് അവൾ സംസാരിക്കുന്നത്. അച്ഛാ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അച്ഛാ. ഈ കല്യാണത്തിന് ഞാൻ ഏതായാലും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ ഇഷ്ടപ്രകാരം ഈ കല്യാണം നടക്കത്തില്ല. അത് കൺഫേം ആയ കാര്യമാണെന്നും പറയാം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രവിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മോളെ, ഇതെന്താ ഇപ്പോൾ ഇവൻ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം? ഇപ്പോൾ ഇവൻ പറയുന്നത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇത്രയും സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രവിയും പോവുകയാണ്. അപ്പോൾ ചന്ദ്ര നേരെ ഈ രവിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കണം, അല്ലടി നീയേ ഈ കല്യാണം നടത്താനായിട്ട് ഭയങ്കര തിടുക്കം കൂട്ടുന്നുണ്ടല്ലോ. പക്ഷെ നീ ഇങ്ങനെ കല്യാണം നടത്താൻ സ്വർണ്ണങ്ങളൊക്കെ വേണ്ടേ? സ്വർണ്ണം പണമൊക്കെ വേണം. ഇതൊക്കെ കയ്യിലുണ്ടോ? എടിപിടിയെന്ന് കല്യാണം നടത്തേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് അവൾ തന്നെ അവൻ്റെ പൊളിച്ചോടി പൊയ്ക്കോളും. അതായിരിക്കും നല്ലത്. ഒരുപാട് പൈസ ചിലവൊന്നും ആവില്ലല്ലോ. സ്വർണവും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതം നോക്കി പോട്ടെ. അതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോയപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഇനി എന്ത് ചെയ്യും, ആരോടെ എന്ത് പറയും എന്നറിയാൻ പാടുന്നൊരവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ആ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ പാവകളെല്ലാം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് രേവതി ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ രേവതി അവിടെ ചെന്നിട്ട്, എന്താ സച്ചിയേട്ടാ ഇതെന്താ ഇത്? പാവനൊക്കെ എടുത്ത് കളിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല, ചുമ്മാ ഇവിടെ ഇരുന്നപ്പോൾ ഞാനെടുത്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. രേവതി, അതെ, ഒരു വല്ലാത്തൊരു മൂകത പോലെയല്ലേ? ശ്രീകാന്തും വർഷയും എപ്പോൾ വരും രേവതി? നമുക്ക് അവരെ പോയി വിളിച്ചുകൊണ്ട് വന്നാലോ? അതിൻ്റെ കാര്യമൊന്നുമില്ല, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നോളും സച്ചേട്ടാ. നമ്മൾ വിളിക്കാൻ പോകുന്നത് അത് ശരിയായ ഏർപ്പാടല്ല. അവർ വരട്ടെ. എന്നാലേ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലേ എന്തോ ഒരു കുറവ് പോലെ. അതങ്ങനെയാണ് സച്ചേട്ടാ. ശ്രീകാന്ത് വർഷം ഇല്ലാത്തത് കൊണ്ടാണ് സച്ചേട്ടൻ അങ്ങനെ തോന്നുന്നത്. അവരുണ്ടാവുമ്പോൾ എപ്പോഴും കളിയും ചിരിയും വർത്തമാനമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കൂലേ, അതായിരിക്കും കാരണം. രേവതി, അവരവിടെ അതേ നേരം നിർത്തുന്നത് ശരിയാവില്ല. കാരണം അവരെ മയക്കി അവിടെ തന്നെ നിർത്തും അവർ. ഈ വർഷയുടെ അച്ഛനെ എന്തുകൊണ്ടാണ് ഇപ്പം നല്ലവനായിട്ട് അഭിനയിച്ചതെന്നല്ല എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം വർഷയും ശ്രീകാന്തെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ. അവരിനി ജീവിതകാലം മുഴുവനും അവിടെ പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി കളിച്ച കളിയാണ് അയാൾ. ഇപ്പോഴല്ലേ അതെനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ രവി. ഇപ്പം രവി പറയണം, ആഹാ കൊള്ളാലോ, അപ്പം ശ്രീകാന്തും വർഷയും ഇല്ലാത്തതിൻ്റെ സങ്കടമാണ് നിങ്ങൾക്ക് അല്ലേ അച്ഛാ? അത് പിന്നെ അതെ അച്ഛാ, ശ്രീകാന്തും വർഷയും ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അച്ഛാ. അവരുണ്ടെങ്കിൽ കളിച്ചിരി വർത്തമാനമായിട്ടൊക്കെ ഇവിടെ ഓടിച്ചാടി നടക്കുകയുള്ളൂ. അവരില്ലെങ്കിൽ ഒരു സുഖമില്ല അച്ഛാ. എടാ, അവരുടെ വീട്ടിലേക്കല്ലേ പോയിരിക്കുന്നത്. അവർ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വരുമെന്നേ എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അയാളെ ആ മധുസൂദനൻ, അയാൾ കളിച്ച കളിയാണിത്.
അയാൾ മനഃപൂർവ്വമാണ് ശ്രീകാന്തിനെ വർഷയും കൂട്ടിക്കൊണ്ടു പോയത്, അവരുടെയൊക്കെ മനസ്സ് മാറ്റാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് ഇവിടെ വന്ന് നല്ലവനായിട്ട് അഭിനയിച്ചത്. ശ്രീകാന്ത് അതിൽ വീണു. ഇപ്പം അയാൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നില്ലേ? അയാൾ ഇവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയില്ലേ? ഇനി അവർ വരുമെന്ന് എനിക്ക് തോന്നില്ലേ. അതൊക്കെ നിനക്ക് വെറും തോന്നലാടാ. വർഷ ഒരിക്കലും അവിടെ പിടിച്ച് നിൽക്കാൻ പോകുന്നില്ല. വർഷ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. അവളെക്കുറിച്ച് എനിക്കറിയാൻ പാടില്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ട നമ്മുടെ സച്ചിക്കാണെങ്കിൽ വല്ലാതൊരു സങ്കടവും തോന്നുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി നേരെ സ്കൂളിലേക്ക് പോയിരിക്കുക സമയത്ത് അവിടുത്തെ ഡ്രൈവറാണല്ലോ. അപ്പോൾ സ്കൂൾ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിൽ അപ്പോഴാണ് ദാ വരുന്നടാ നമ്മുടെ ശ്രുതിയുടെ മകനും അമ്മയും കൂടി വരികയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുമ്പോൾ ഈ സച്ചി ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീൻ. ബൈ.